എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 വിഭൂതിയോഗം 21ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു, ജ്യോതിസ്സുകളിൽ സൂര്യനാകുന്നു, മരുത്തുക്കളിൽ മരീചിയാകുന്നു, നക്ഷത്രങ്ങളിൽ ചന്ദ്രനാകുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന 21ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു. ഇന്ന് 22ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 22. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. വേദാനാം സാമവേദ അസ്മി, വേദങ്ങളിൽ സാമവേദം ഞാനാകുന്നു. ദേവാനാം വാസവ അസ്മി, ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാകുന്നു. ഇന്ദ്രിയാണാം മനഃ അസ്മി, ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു. ഭൂതാനാം ചേതന അസ്മി, ജീവികളെ സചേതനമാക്കുന്ന ഭാവം, ജീവികളിലെ ചേതന ഞാനാകുന്നു. വേദങ്ങളിൽ ഞാൻ സാമവേദമാകുന്നു, ദേവന്മാരിൽ ഇന്ദ്രനാകുന്നു, ഇന്ദ്രിയങ്ങളിൽ മനസ്സാകുന്നു, ജീവജാലങ്ങളിൽ ആ ജ്ഞാനശക്തിയാകുന്നു എന്ന്. സാമവേദം സംഗീതപ്രധാനമാണ് എന്ന് മാത്രമല്ല, അത് ചില രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതുമായതുകൊണ്ട് വേദങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് സാമവേദത്തെ പറയപ്പെടുന്നു. അതേപോലെ ദേവന്മാരുടെ വാസസ്ഥാനമാണ് ദേവലോകം അല്ലെങ്കിൽ സ്വർഗം. ആ ദേവാധിപതിയായ ഇന്ദ്രൻ ഞാനാകുന്നു. ഇന്ദ്രിയാണാം മനശ്ചാസ്മി, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഇല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന് പോലും മനുഷ്യ മനസ്സിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എത്രയാണ് മനുഷ്യൻ്റെ അറിവിൻ്റെ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവിൻ്റെ വ്യാപ്തി എന്നൊന്നും ഈ പൂർണ്ണമായിട്ട് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനിലെ ബുദ്ധി, ജ്ഞാനം, ആത്മജ്ഞാനം അത് ആ പരമാത്മാവാകുന്നു എന്നാണ് പറയുന്നത്. 22ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. ശ്ലോകം 23. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം. രുദ്രാണാം ശങ്കര അസ്മി, രുദ്രന്മാരിൽ ശങ്കരൻ ഞാനാകുന്നു. യക്ഷരക്ഷസാം, യക്ഷന്മാര് രാക്ഷസന്മാര് ഇവരിൽ വിത്തേശ അഹം, കുബേരൻ ഞാനാകുന്നു. വസൂനാം പാവക അസ്മി, വസുക്കളിൽ അഗ്നി ഞാനാകുന്നു. പാവകൻ അഗ്നി. ശിഖരിണാം മേരു അഹം, പർവ്വതങ്ങളിൽ മേരുപർവ്വതം ഞാനാകുന്നു എന്ന്. രുദ്രാണാം ശങ്കരശ്ചാസ്മി, രുദ്രന്മാരിൽ ശങ്കരനും യക്ഷന്മാരിലും രാക്ഷസന്മാരിലും കുബേരനും വസുക്കളിൽ പാവകനും പർവ്വതങ്ങളിൽ മേരുവും ഞാനാകുന്നു. സംഹാര രൂപത്തിലുള്ള ശിവസങ്കല്പത്തെക്കുറിച്ചാണ് നമുക്കറിയാവുന്നത്. അത് വേണ്ട പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതായത് അതിൻ്റെ വേറൊരു ഡയമെൻഷനിൽ ഞാൻ പറയാം. ഉദാഹരണത്തിന് ഒരു പൂ കൊഴിഞ്ഞു പോകുമ്പോഴാണ് അല്ലെങ്കിൽ നശിക്കുമ്പോഴാണ് അവിടെ ഒരു കായ് ഉണ്ടാവുന്നത്. കായ് നശിക്കുമ്പോഴാണ് വിത്തുണ്ടാവുന്നത്, വിത്ത് നശിക്കുമ്പോഴാണ് തൈ ഉണ്ടാവുന്നത്. ഇങ്ങനെ പുരോഗതിയുടെ ഏത് വഴിയിലാണെങ്കിലും സൃഷ്ടിപരമായ ഒരു സംഹാരം അനിവാര്യമാണ്. ആ രീതിക്ക് വേണം നമ്മൾ ഈ രുദ്രാണാം ശങ്കരശ്ചാസ്മി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രാക്ഷസന്മാരിൽ യക്ഷന്മാരിലും കുബേരൻ ഞാനാകുന്നു. വസുക്കളിൽ ഏറ്റവും പ്രധാനിയാണ് പാവകൻ അഗ്നി. അതേപോലെ പർവ്വതങ്ങളിൽ പുരാണപ്രസിദ്ധമായ മഹാമേരു പർവ്വതം, അതും ഞാനാകുന്നു എന്നാണ് പറയുന്നത്. 23ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം. ശ്ലോകം 24. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. പാർത്ഥ മാം, ഹേ അർജുന, എന്നെ
പുരോധസാം മുഖ്യം, പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതിം വിദ്ധിം, ബൃഹസ്പതി ആയിട്ട് നീ അറിയൂ. അതേപോലെ സേനാനീനാം അഹം സ്കന്ദ, സേനാനികളിൽ ഞാൻ സുബ്രഹ്മണ്യനാണ്. സരസാം സാഗര അസ്മി, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്. പുരോഹിതന്മാരിൽ ഞാൻ ബൃഹസ്പതിയാകുന്നു, സേനാനികളിൽ സ്കന്ദനും അതായത് സുബ്രഹ്മണ്യനും, ജലാശയങ്ങളിൽ സമുദ്രവും ഞാനാകുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പരമാത്മാവ് സർവാതീതൻ മാത്രമല്ല സർവാന്തര്യാമി കൂടിയാണ് എന്നതാണ്. 24ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം, സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. ശ്ലോകം 25. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം, യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. മഹർഷീണാം ഭൃഗു അഹം, മഹർഷിമാരിൽ ഭൃഗു ഞാനാകുന്നു. ഗിരാം വാക്കുകളിൽ, ഏകം അക്ഷരം അസ്മി, ഏകാക്ഷരമായ ഓംകാരം ഞാനാകുന്നു. യജ്ഞാനാം ജപയജ്ഞ, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞവും. സ്ഥാവരാണാം ഹിമാലയ, സ്ഥാവരങ്ങളിൽ ഹിമാലയവും. അഹം അസ്മി, ഞാനാകുന്നു. മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാകുന്നു. വാക്കുകളിൽ ഏകാക്ഷരമായ ഓംകാരവും, ജപയജ്ഞങ്ങളിൽ പരമപ്രധാനമായ ജപയജ്ഞവും, സ്ഥാവരങ്ങളിൽ അതായത് അചേതനമായത് ഇല്ലെങ്കിൽ ഉറച്ചിരിക്കുന്നത് അതിൽ ഹിമാലയ പർവ്വതവും ഞാനാകുന്നു എന്ന്. അതായത് യജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ജപയജ്ഞം. അതാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. കലികാലത്തിൽ ഏറ്റവും പ്രധാനം, എല്ലാത്തിൻ്റെയും ലക്ഷ്യം ആ മനസ്സുകൊണ്ട് ത്രാണനം ചെയ്യുകയാണ്. മനനാൽ ത്രായതേ ഇതി മന്ത്ര, അതാണ് ജപയജ്ഞം എന്ന് പറയുന്നത്. അത് ഞാനാകുന്നു എന്ന്. ശ്ലോകം 25 ഒന്നുകൂടെ നോക്കാം. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം, യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. ശ്ലോകം 26. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവഋഷീണാം ച നാരദ, ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. സർവവൃക്ഷാണാം അശ്വത്ഥ, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അരയാലും. ദേവഋഷീണാം നാരദ, ദേവഋഷിമാരിൽ നാരദനും. ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരിൽ ചിത്രരഥനും. സിദ്ധാനാം കപില മുനി, സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അരയാൽ, അല്ലേ, അരയാലിന് നമ്മൾ പ്രദക്ഷിണം വയ്ക്കാറുള്ളതാണ്, അത്രയും മാഹാത്മ്യമുള്ളതാണ് അരയാൽ. അതേപോലെ ദേവഋഷിമാരിൽ നാരദനും, ഗന്ധർവന്മാരിൽ ചിത്രരഥനും, സിദ്ധന്മാരിൽ കപിലനും ഞാനാകുന്നു. ഇതിലൊന്നും വരെ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. ഓരോരുത്തരിലും ഓരോ വിഭാഗത്തിലും ഏറ്റവും പ്രധാനിയായിട്ടുള്ളത് പരമാത്മാവാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനിയാണെങ്കിൽ പിന്നെ മറ്റുള്ളിടത്തൊക്കെ ആ ചൈതന്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. 26ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവഋഷീണാം ച നാരദ, ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ശ്ലോകം 27. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാം അമൃതോത്ഭവം, ഐരാവതം ഗജേന്ദ്രാണാം നാരാണാം ച നരാധിപം. അശ്വാനാം അമൃതോത്ഭവം, കുതിരകളിൽ അമൃതമഥനത്തിൽ നിന്ന് ഉത്ഭവിച്ച. ഉച്ചൈശ്രവസം, ഉച്ചൈശ്രവസായും. ഗജേന്ദ്രാണാം ഐരാവതം, ആനകളിൽ ഐരാവതമായും. നരാണാം നരാധിപം ച, നരാണാം നരാധിപം, മനുഷ്യരിൽ രാജാവായും. മാം വിദ്ധി, എന്നെ അറിഞ്ഞുകൊള്ളൂ. പാലാഴിമഥന സമയത്ത് പൊങ്ങി വന്നതാണ് ഉച്ചൈശ്രവസ് എന്ന കുതിരയും ഐരാവതം എന്ന ആനയും. അതേപോലെ മനുഷ്യരിൽ രാജാവായും നീ എന്നെ അറിഞ്ഞുകൊള്ളൂ എന്നാണ് പറയുന്നത്. 27ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാം അമൃതോത്ഭവം, ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം.
ശ്ലോകം 28. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. അഹം ആയുധാനാം വജ്രം, ഞാൻ ആയുധങ്ങളിൽ വജ്രമാകുന്നു. ധേനൂനാം കാമധുക് അസ്മി, പശുക്കളിൽ കാമധേനുവാകുന്നു. പ്രജനോൽപത്തിക്ക് കാരണമായ കന്ദർപ്പ അസ്മി, കാമദേവൻ ഞാനാകുന്നു. സർപ്പാണാം വാസുകി അസ്മി, വിഷപ്പാമ്പുകളിൽ ഞാൻ വാസുകിയാകുന്നു. ആയുധങ്ങളിൽ ഞാൻ വജ്രമാകുന്നു. ദേവേന്ദ്രൻ്റെ ആയുധമാണ് വജ്രായുധം. അതേപോലെ പശുക്കളിൽ കാമധേനുവും പ്രജനോൽപത്തിക്ക് കാരകനായ കാമദേവനും സർപ്പങ്ങളിൽ ഉഗ്രവിഷമുള്ള വാസുകിയും ഞാനാകുന്നു. 28 ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ഈ വിവരണം തന്നെ അടുത്ത ശ്ലോകങ്ങളിലും തുടരുകയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. നമസ്കാരം.